നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ്. മഹാപ്രതിഭയ്ക്ക് പ്രണാമം. ഭാരതത്തിന്റെ ആത്മാവ് കണ്ടെത്തിയ അത്ഭുത മനുഷ്യന്റെ കബറടക്കം നാളെ രാമേശ്വരത്ത്. സംസ്കാര ചടങ്ങുകൾ രാവിലെ 11-ന്. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന് രാഷ്ട്രത്തിന്റെ ആദരാഞ്ജലി. സംസ്കാര ചടങ്ങുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമെന്ന് സൂചന. കലാമിന്റെ ഭൌതികദേഹം പ്രത്യേക സേനാ വിമാനത്തിൽ ഡൽഹിയിൽ നിന്ന് മധുരയിലേക്ക് കൊണ്ടുപോയി. ഉച്ചയോടെ ജന്മനാടായ രാമേശ്വരത്തെത്തും. ഭൌതികദേഹം കേരളത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ വിജയിച്ചില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രധാനമന്ത്രിക്ക് കത്തയച്ചെങ്കിലും സുരക്ഷാ സാങ്കേതിക കാരണങ്ങളാൽ തിരുവനന്തപുരം വഴിയുള്ള യാത്ര ഒഴിവാക്കി. ഉമ്മൻചാണ്ടി നാളെ രാമേശ്വരത്ത് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. തിങ്കളാഴ്ച രാത്രി ഷിലോങ്ങിൽ അന്തരിച്ച APJ അബ്ദുൽ കലാമിന്റെ ഭൌതികദേഹം ഡൽഹിയിലെത്തിച്ചത് ഇന്നലെ ഉച്ചയോടെ. വിമാനത്താവളത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അടക്കമുള്ള നേതാക്കൾ. രാജാജി നഗറിലെ ഔദ്യോഗിക വസതിയിൽ രാഷ്ട്രത്തിന്റെ ആദരാഞ്ജലി. കനകത്തിന് വീണ്ടും കാലിടറുന്നു. തിളക്കം മങ്ങി സ്വർണ്ണ വിപണി. ആഭരണ പ്രേമികൾക്ക് ആശ്വാസം പകർന്ന് പവൻ വില കുത്തനെ താഴേക്ക്. കഴിഞ്ഞ 5 വർഷത്തെ ഏറ്റവും വലിയ വിലയിടിവ്. പവന് 19,000-ന് താഴെ. പവന് 18,880 രൂപ, കുറഞ്ഞത് 120 രൂപ. ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 2,360 രൂപയായി. വില വീണ്ടും കുറയുമെന്ന് സൂചന. വില കുറയുന്നതിൽ തലവേദനയാകുന്നത് പവൻ പണയത്തിന്മേൽ വായ്പ നൽകിയ ധനകാര്യ സ്ഥാപനങ്ങൾക്ക്. ഇപ്പോഴത്തെ വിലക്കുറവിന് പിന്നിൽ രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന്റെ വില ഇടിഞ്ഞത്. ആഗോള വിപണിയിൽ ഡോളറിൽ കച്ചവടം നടക്കുന്ന സ്വർണത്തിന് കറൻസി മൂല്യവർദ്ധനവിന് ആനുപാതികമായി വില കുറയും. കസ്തൂരി കേന്ദ്രത്തിന്റെ കോർട്ടിൽ. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ അതിർത്തി പുനർനിർണയിച്ചുള്ള റിപ്പോർട്ട് തയ്യാറെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പ്രഖ്യാപനം നിയമസഭയിൽ. കേരളത്തിന്റെ റിപ്പോർട്ടുമായി പരിസ്ഥിതി സെക്രട്ടറി ഇന്ന് ഡൽഹിക്ക് പോകും. റിപ്പോർട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കുന്നത് നാളെ. കേരളത്തിന്റെ റിപ്പോർട്ടിൽ കേന്ദ്ര സംഘം വീണ്ടും വില്ലേജുകൾ പരിശോധിക്കും. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി. കേന്ദ്രത്തിന് നൽകുന്ന റിപ്പോർട്ടിൽ സർവേ നമ്പറുകൾ നൽകില്ലെന്ന് നേരത്തെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. പരിസ്ഥിതി ലോല മേഖലയായി കണക്കാക്കുന്നത് വനപ്രദേശം മാത്രമെന്ന് നേരത്തെ മുഖ്യന്റെ ഉറപ്പ്. റിപ്പോർട്ടിൽ അന്തിമ വിജ്ഞാപനം സെപ്റ്റംബർ 9-ന്. സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ കോൺഗ്രസിനുള്ളിൽ തർക്കം. വനപ്രദേശം നിർവചിച്ചതിൽ അപാകതയെന്ന് KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ. കാലപ്പഴക്കത്തിൽ തകരുന്ന ജീവിതം. മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിൽ 3 നില കെട്ടിടം തകർന്ന് 7 മരണം. അപകടം ഇന്നലെ രാത്രി 10:30-യോടെ. മരിച്ചവരിൽ ഒരു മലയാളിയും. 15 പേർക്ക് പരിക്ക്. മരിച്ചത് പന്തളം സ്വദേശി ഉഷ. ദേശീയ ദുരന്ത നിവാരണ സേനയും അഗ്നിശമന സേനയും രക്ഷാപ്രവർത്തനം തുടരുന്നു. തകർന്നു വീണത് ചോറലഗാവിലുള്ള മാതൃകൃപ എന്ന കെട്ടിടം. അപകട കാരണം കാലപ്പഴക്കവും കനത്ത മഴയുമെന്ന് ദുരന്ത നിവാരണ സേന. കെട്ടിടത്തിൽ താമസിച്ചിരുന്നത് 4 മലയാളി കുടുംബങ്ങളെന്ന് സൂചന. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് അധികൃതർ. തകർന്ന കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി തിരച്ചിൽ. 1972-ൽ നിർമ്മിച്ച കെട്ടിടം തകർന്നു വീഴാൻ സാധ്യതയുണ്ടെന്ന് ഉടമയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി കോർപ്പറേഷൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.